എടാ KV-യുടെ ഗ്യാങ് ഹൗസിലോട്ട് കേറിക്കോ. കേറി കുഴപ്പമൊന്നുമില്ല, കേറിക്കോ. ഇതൊക്കെ മയത്തില് അവരെ ഇടിച്ചിടാൻ പോകുന്ന രീതിയിൽ കയറി പോരുത്. എടാ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഇവിടെ ആരുമില്ല. വിളിച്ചു നോക്ക്. കേട്ടിട്ടുണ്ട്. കുടിക്ക പിന്നെ വാസ്കോ പറഞ്ഞു ഉമ്മദിയമ്മയൊന്നും ഇപ്പൊ വരാറില്ലല്ലേ? ഇല്ലല്ല വരില്ല. വാസ്തവ നമ്മള് മറ്റേ ഇതിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. നമ്മുടെ മുതുക്കിലെ പമ്പിന്റെ ഓപ്ഷന്റെ കാര്യമേ, ജോണി മാമന്റെ പമ്പിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. നിങ്ങളത് എങ്ങനെയാ, നിങ്ങളത് വീണ്ടും എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? എടുക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത് എടുക്കുന്നില്ല എന്നാക്കി. ആണോ? അത് കുറച്ച് റീസൺസ് ഉണ്ട് അതിന്. അല്ല ഞാൻ കാര്യം പറയട്ടെ, ഞങ്ങൾ അതിൽ ഇന്റർഫിയർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്ക് വേണേ ഞങ്ങൾ വേറെ ഇതിൽ എടുത്തു. അല്ലല്ല, അതേ ചന്ദ്രനോട് പറഞ്ഞല്ലോ, ചന്ദ്രൻ വിളിച്ച് പറഞ്ഞില്ലേ. അതല്ല, അതുവരെ ഞങ്ങൾ ഓക്കെ ആ ടൈം വരെ ഞങ്ങൾ ഓക്കെ ചെയ്തു. പിന്നെ വേറൊരു പറഞ്ഞല്ലോ, അപ്പനായിട്ട് പറഞ്ഞുതരാം. ഞങ്ങള് ഈ കേസ് ഞങ്ങള് അറിയാലോ ഇപ്പം ഉള്ളത് ഇതായിട്ട് വരുന്നവരാണ് ഷെയ്ഖും സാബ്ഗുരുവാണ് ഈ കേസ് വരിക. ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ തന്നെ ഷെയ്ഖിനോട് ഞങ്ങൾ കാര്യം സംസാരിച്ചു. ഷെയ്ഖ് പറഞ്ഞു ഇങ്ങനെ ഒരു ഡീല് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അപ്പം ഞാൻ റെഡിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, റെഡിയിൽ നിന്ന് ഇറങ്ങണ്ടേ. അപ്പൊ ഇങ്ങനെ ഈ ഷെയ്ഖോട് പറഞ്ഞപ്പോ ഷെയ്ഖ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സാബ്ഗുരോടും ചോദിച്ചു. ഷെയ്ഖ് പറഞ്ഞു നിങ്ങൾ എടുക്കുന്നുണ്ട്, ഞങ്ങൾ ലീവ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് പറഞ്ഞ സാബ്ഗുരോട് ചോദിച്ചപ്പോ സാബ്ഗുരു പറഞ്ഞു പുള്ളി എന്തായാലും എടുക്കുന്നു പറഞ്ഞു മുതുക്കുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളി ഒരു 50% ഓഫർ എന്തോ പറഞ്ഞു, പകുതിയും വെച്ച് എടുക്കാം, അങ്ങനെ ഷെയറിൽ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു അങ്ങനെ. പിന്നെ ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ല, ഒന്നെങ്കിൽ KVക്ക് മാത്രം, അല്ലെങ്കിൽ ഞങ്ങളെ പമ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ പറയല്ലേ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങളെ മെമ്മറീസ് ഒക്കെ ഉള്ള പമ്പല്ലേ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ബാഡ് ആവുന്നു. ഒരു കാര്യം പറയാം, ഷെയ്ഖല്ലേ ഷെയ്ഖ് ഡ്രോപ്പ് ചെയ്ത കേസ് അങ്ങനെ എടുക്കുന്ന പറഞ്ഞു. സാബുര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ് ഈ എടുക്കുന്നില്ല, ഞങ്ങൾ എടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ചോ, നിങ്ങളെ മേളിൽ ആരെയും വിളിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ആ പമ്പ് ഞാൻ വിളിക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അറിയുന്ന കേസ് അറിയുന്നത് പുള്ളി പിന്നെ വേറെ രീതിയിൽ എടുക്കുന്നൊക്കെ വെല്ലുവിളിച്ചു, അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ അറിയുന്നത്. ഈ ഇവിടെ സാബ്ഗുരു അസോസിയേറ്റ്സും ബാങ്കും എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സാ. അതായത് പുള്ളി ആദ്യം ഇവിടെ സിറ്റിയിൽ ഒരു ക്ലബ്ബ് തുടങ്ങായിരുന്നു അവരുടെ ഇനിഷ്യൽ പ്ലാന്. അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ട് ഈ പറയണത് പോലെ പുള്ളിക്ക് തുടങ്ങുന്ന സമയത്ത് ക്ലബ് ആകുമ്പോൾ ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഗ്യാങ് ബാക്കപ്പ് എന്നുള്ള രീതിയിലാണ് പുള്ളി നമ്മുടെ ആദ്യം വരുന്നത്. അപ്പൊ അന്ന് തൊട്ടേ നമുക്ക് പുള്ളിയായിട്ട് കുറച്ച് ബിസിനസ് ഡീൽസ് ഉണ്ട്. ഞാൻ ഈ നമ്മുടെ ഇപ്പൊ KV ആയിട്ട് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയണേ. ഞങ്ങൾ സാബ്ഗുരു ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുക. അപ്പൊ പുള്ളി അന്ന് തൊട്ടേ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ, പുള്ളിയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ ഫണ്ട് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി നമ്മുടെ അടുത്ത് ജസ്റ്റ് വന്നിട്ട് എന്നെ ഇതുപോലെ ഫണ്ട്, ഒരു ഷെയർഡ് ബാങ്കിൽ ഫണ്ട് ഏൽപ്പിച്ചിട്ട് ഓപ്ഷന്റെ കാര്യം നോക്കാനാണ് സാബ്ഗുരു ഇപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോ എനിക്ക് പുള്ളിയുടെ ഇപ്പൊ പുള്ളിയുടെ ഓപ്ഷന് പുള്ളി അവൈലബിൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന് കാര്യങ്ങൾ എടുക്കുക. ഞങ്ങൾക്ക് 20% ഷെയർ ആണ്. ഞങ്ങൾ ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങൾ KV എടുത്ത് മാത്രം പറയുകയാണ്, വേറെ അടുത്തും പറയണില്ല. ഞങ്ങൾ പറയണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 20% ഷെയർ ആണ് അവര് നമുക്ക് ഓഫർ ചെയ്തേക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞ ഇതിനകത്തോട്ട് വന്നതും ഇന്റർഫിയർ ആയതും. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ പമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ സാബ്ഗുരുടെ അടുത്ത് സംസാരിക്കാം. ഇല്ല അത് വേണ്ട പുള്ളിയുടെ എനിക്ക് പുള്ളിയായിട്ട് ഡീലിന് താല്പര്യമില്ല. എനിക്ക് സീരിയസ് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. ഞാനാണ് അങ്ങനെയല്ല നമ്മള് മീൻസ് അതായത് നമ്മളെ
നമ്മളത് ലൈക്ക് ഇന്റർഫിയർ ചെയ്യത്തില്ല, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അല്ലല്ല ചന്ദ്രൻ, ഞാൻ അത് പറഞ്ഞു, നിങ്ങളും ആ പുള്ളിയുള്ള ഡീൽ ഓക്കെയാണ്, നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ പണ്ട് മുതലേ ഡീലുള്ളതാണ് പുള്ളിയായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. പുള്ളിയോട് ചോദിക്കാനേ പോയിട്ടുള്ളൂ. പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്തായാലും എടുക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളിയുടെ മാനായിട്ട് പറഞ്ഞു, പുള്ളിയുടെ പറഞ്ഞ് ഞങ്ങൾ ഈ കേസ് ഡ്രോപ്പ് ചെയ്ത് നിങ്ങളോട് വിളിക്കാൻ വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ് ഇല്ല വിളിക്കേണ്ട, നിങ്ങളെ മെമ്മറീസ് ഉള്ളതല്ലേ. എന്നോട് പറഞ്ഞത് വേറെ, പക്ഷെ പുള്ളി പറഞ്ഞു നടക്കുന്നത് വേറെ. അത് എനിക്ക് നല്ല രീതിക്ക് ബാഡ്, സീരിയസ്ലി പറഞ്ഞ നല്ല രീതിക്ക് ബാഡ് അടിച്ചത്. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പുള്ളിയോട് ഞാൻ സീരിയസ്ലി ആ കേസ് പിന്നെ അതിന് ശേഷം പുള്ളിയോട് സംസാരിച്ചില്ല ഞാൻ പിന്നെ ഞങ്ങൾ എടുത്ത ഡിസിഷൻ എന്താ വെച്ചാൽ ഞാനാണ് അത് എടുക്കാന്ന് പറഞ്ഞത്. അതായത് മാം പോയതിനു ശേഷം നോക്കിയെടുത്ത ഞാനാണത്. എനിക്ക് എടുക്കുന്ന നല്ല ആഗ്രഹമുണ്ട്, മാമന്റെ മമ്പാണ്ട് എടുക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ രീതിക്ക് ചെന്ന് ചോദിച്ചു, പുള്ളി എടുക്കുന്നുണ്ട് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ. അതായത് ഷെയ്ക്കിനോട് തന്നെ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ ഷെയറിന്റെ കേസ് ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. അതൊക്കെ അവർ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളാ. ഷെയ്ക്ക് ആദ്യം പറഞ്ഞ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി പറഞ്ഞു അത് ബഗ്ഗായത്. പിന്നെ ഈ ഒരു കേസ് സാബുരുവിന്റെ സാബുരുവിന്റെ രീതിയിൽ എനിക്ക് നല്ല രീതിക്ക് പേടായി. പുള്ളി പറയുന്നത്, അതായത് നമ്മളോട് പറയുന്നത് വേറെ. എന്തായാലും നിങ്ങൾക്ക് എടുക്കുന്ന സീനില്ല, എടുക്കണമെങ്കിൽ എടുത്ത സീനില്ല. ഞങ്ങളല്ല എടുക്കുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് പുള്ളിയുടെ സാബ്ഗുരു അസോസിയേറ്റ്സ് തന്നെയാണ് ഈ ഇതിന്റെ ഓണർഷിപ്പ്. അതിൽ നമുക്ക് 20% പ്രോഫിറ്റ് ഷെയർ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അത് കാരണം നമ്മൾ ഇനിഷ്യൽ തൊട്ടേ ബിസിനസ് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പുള്ളിക്ക് ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ ഒരു ബാക്കപ്പ് നമ്മളാ കൊടുക്കണം പുള്ളിക്ക്. ഇപ്പൊ സിറ്റിസൺ സിറ്റുവേഷനിൽ അങ്ങനെ ഗ്യാങ്ങിന് ഇടപെടാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറയണത് വെച്ചാൽ പുള്ളി നമ്മുടെ ഒരു ഇത് നമ്മുടെ ടിവിയുടെ ഒരു നെയിമും അല്ലെങ്കിൽ നമ്മുടെ കുറെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആള്, മനസ്സിലായി? അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് പുള്ളിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതാണ്. അപ്പൊ നമ്മളെ ടി വി അല്ല എടുക്കണത്, ടി വി അല്ല, സാബ്ഗുരു അസോസിയേറ്റ്സ് തന്നെ എടുക്കണേ 20%. ഞങ്ങള് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കുറെ ആൾക്കാർ എന്നോടൊന്ന് പറഞ്ഞു ഈ കേസ്. അതുകൊണ്ട് പുള്ളിയായിട്ട് നല്ല രീതിക്ക് ഞാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഗ്യാങ് എന്തായാലും നല്ല രീതിക്ക് പോകും. അപ്പം നിങ്ങളത് അത് നിങ്ങളെ എഫക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഈ ഒരു കേസ് ഇല്ലില്ല, ഇതിപ്പോ സാബ്ഗുരുവിന്റെ പേരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കെവിക്കും ടിവിക്കും സംസാരിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇല്ല, അത് നമുക്ക് ടിവിയും കെവിയും എന്നുള്ളൊരു പ്രശ്നം എന്നുള്ള രീതിയിലാക്കണ്ട. അത് സാബ്ഗുരുവിന്റെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് കെവിയൊക്കെ ഇഷ്ടമുള്ള ഇവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് ടിവിയൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഗ്യാങ്ങില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പോവാ എന്നുള്ളതല്ലേ നമ്മൾ നോക്കണ്ടേ. അത് നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ സാബ്ഗുരുവിന്റെ അടുത്ത് എന്തായാലും ഈ കാര്യം സംസാരിച്ചോളാം. ഇപ്പൊ എന്തായാലും അവര് പുള്ളിക്ക് അത് പമ്പ് വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഓണർഷിപ്പിലല്ല, ടി വി എന്നുള്ള ഒരു ഓണർഷിപ്പിലല്ല നമ്മളിത് എടുക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാൽ പുള്ളി പറഞ്ഞത് ഈ ആദ്യം പറഞ്ഞ ഈ 50% കേസ് പറഞ്ഞു. നിങ്ങളാണ്ട പറയുന്നത് 50%, അതായത് 50% ഞങ്ങൾക്ക് എന്ന ഓഫർ പറഞ്ഞ പുള്ളി നിങ്ങൾ എത്ര ആണെങ്കിൽ വിളിച്ചോ പുള്ളി പൈസ കൊടുത്തോളം പറഞ്ഞു. പിന്നെ 50% പുള്ളിക്കും 50% കെവിക്കും അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ, താല്പര്യമില്ല, ഒന്നേയും കെവിക്ക് മാത്രമായിട്ട് ജസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് മാത്രമേ പുള്ളിയോട് ചോദിച്ചുള്ളൂ. അപ്പൊ പുള്ളി ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഡീൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ കെവിക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാണ്, നിങ്ങൾ വിളിച്ചോന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്നും വേണ്ടില്ല. പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു വാസ്കോ അങ്ങനെ പറയില്ല, എനിക്ക് ബാഡാവും ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫറും പറഞ്ഞു. അതായത് ഞാൻ വിളിക്കത്തില്ല, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മേളിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. ഞാൻ ഷെയ്ക്കൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങളെ മേളിൽ ആരെയും വിളിച്ചാൽ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇത് പറഞ്ഞായിരുന്നു, അതായത് ഷെയർ ചോദിച്ചെന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ പറഞ്ഞില്ല ഷെയർ അങ്ങനത്തെ രീതിയിലല്ല, നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കുന്നുള്ള രീതിയിൽ പറഞ്ഞു. സത്യം പറഞ്ഞുണ്ടല്ലോ, ജോണിയാമ ഉള്ളപ്പം ഫുള്ള് നോക്കി നടത്തുമായിരുന്നു പമ്പ്. സത്യം പറഞ്ഞ ജോണിയാമിനും ഒരു ബ്രേക്കാ. അപ്പം നമുക്ക് പമ്പ് നോക്കാനും പിന്നെ ആ ഒരു രീതിക്കാണ് നമ്മൾ ഫസ്റ്റ് വേണ്ടെന്ന് വെച്ചത്. പമ്പ് മൊത്തത്തില് വേണ്ട, അവര് ആരെ എടുക്കുവാണെങ്കിൽ ആരെ വേണമെങ്കിൽ എടുത്തോട്ടെ, നമുക്ക് ലീവ് ആക്കട, മൊത്തത്തില് അതും ഇതുമായിട്ടൊന്നും അവർക്ക് പറയാനുള്ള കാര്യം എന്താ ഈ ചാറ്റ് ഇങ്ങനെ കാണാൻ താല്പര്യമില്ല ബ്രോ, പ്ലീസ് ലീവ്. ആർപി ഇങ്ങനെയാണ്, പിന്നെ നമുക്കൊരു ബാഡായത് നമ്മളെന്തായാലും ഡീൽ ചെയ്യാതെ. എനിക്ക് അത് മാത്രമേ ആ പറഞ്ഞടക്കുന്ന പുള്ളി വേറെ രീതിയിലാണ്. അതെനിക്ക് നല്ല രീതിക്ക് ബാഡ് അടിച്ച പുള്ളിയായിട്ട്. നമുക്ക് സംസാരിക്കാം, നമുക്കെന്നാ ഞങ്ങൾ സംസാരിക്കാം വാസ്കോ എന്തായാലും അത്. ഓക്കെ ഓക്കെ. ഇപ്പൊ അതിന്റെ പുറത്ത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വരണ്ട, അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞത് അതുകൊണ്ടാ. ഇല്ല, അതിന്റെ പുറത്ത് എന്താ ടി വി ആയിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാ ഇപ്പൊ ഓപ്ഷന് ഇപ്പൊ ഞാൻ ഓപ്ഷന് പോകുന്നത് പോലും ചിലപ്പോ പുള്ളി അവൈലബിൾ ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഓപ്ഷന് പോകുന്നത് പോലും ഞാനായിരിക്കും. അപ്പൊ എന്റെ മറ്റേ ഷെയർഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ എന്നെ ഏൽപ്പിച്ചേക്കോ പൈസ. അപ്പം നിങ്ങൾ പെട്ടെന്ന് അവിടെ ഇപ്പൊ ഇൻ കേസ് അതിന് വിളിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങനെയൊക്കെ വിളിച്ചോണ്ടിരിക്കുമ്പോ അത് പിന്നെ അത് ബാഡ് ആവല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ വന്ന് ഇൻഫോം ചെയ്തത്. എനിക്ക് എന്റെ ഹലോ
അണ്ണാ സുഖല്ലേ? നീ എവിടെടാ? ഞാൻ ഇവിടെ KV യുടെ ഗ്യാങ് ഹൗസിൽ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ വിളിക്കാം. ഓക്കെ ഓക്കെ എന്നാ പോകുന്ന വിളിക്കണേ. വിളിക്കാം. ഓക്കെ. നമ്മള് സത്യം പറഞ്ഞാൽ അത് മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ എന്തായാലും അല്ല നമ്മൾ എന്തായാലും സംസാരിക്കാം. ഓക്കെ ഓക്കെ ഞങ്ങളെന്നാ പോയിട്ട് വരാം. പോയിട്ട് ഓക്കെ ഓക്കെ താങ്ക് യു. ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങോട്ട് വാടാ ആശ. പിന്നെ നിനക്ക് പിന്നെ എടുത്തോളാം. അശു പോലീസ് പിടിച്ചു. അശു അളിയ